എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാൻ സുഖമായിരിക്കുന്നു. ഇന്നത്തെ ഈ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. അതായത് എൻ്റെ വീടിനോട് ചേർന്ന് കിടക്കുന്ന, അല്ലെങ്കിൽ വീട്ടുമുറ്റത്തെന്ന് പറഞ്ഞാൽ പോലും തെറ്റാവില്ല. അങ്ങനെ വീടിനടുത്തുള്ള ഉദയനൂർ ദേവി ക്ഷേത്രത്തിലെ ഉത്സവം, ഊരൂട്ടുത്സവമാണ്. 3 വർഷത്തിലൊരിക്കലാണ് ഈ ഊരൂട്ടുത്സവം നടക്കാറുള്ളത്. അങ്ങനെ ഊരൂട്ടുത്സവം മറ്റ് സാധാരണ എല്ലാ വർഷവും നടക്കുന്ന ഉത്സവം ആയിട്ട് നോക്കുമ്പോൾ ഇതിനുള്ളൊരു പ്രത്യേകത, 3 വർഷത്തിലൊരിക്കലാണ് ഊരൂട്ട് ഉത്സവം വരാറുള്ളത്. മാത്രമല്ല, ഈ ഊരൂട്ടുത്സവം കൊണ്ടാടുന്നത്, ആഘോഷിക്കുന്നത് അമ്പലത്തിൻ്റെ തന്നെ വയലുണ്ട്. ആ വയലിലാണ്. അവിടെ നിങ്ങൾക്കൊക്കെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വളരെ കളർഫുള്ളായിട്ടുള്ള മനോഹരമായിട്ടുള്ള ലൈറ്റും, അതുപോലെ ആ വരമ്പിൽ കൂടെ ഇങ്ങനെ നടന്ന് ചെന്ന് കഴിഞ്ഞാൽ വലിയ സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജിൽ ഒരുപാട് പരിപാടികൾ, ഓരോ ദിവസവും ഓരോരോരോ പരിപാടികളൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ കുട്ടിക്കാലം തൊട്ട് നമ്മൾ വളർന്നു വരുന്ന സമയത്ത് നമ്മുടെ വീടിനടുത്തുള്ള ഏത് ആരാധനാലയമാണെങ്കിലും നമുക്ക് ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ടാവും അല്ലേ? അങ്ങനെ തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. എൻ്റെ ഒരു ചൈൽഡ്ഹുഡിലെ, കുട്ടിക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിലൊന്ന് ഈ അമ്പലമാണ്. കാരണം എല്ലാ ദിവസവും വൈകിട്ട് അമ്പലത്തിൽ ദീപാരാധന കഴിഞ്ഞ് പാട്ട് ഉണ്ടാവും. അവിടെ ഞാൻ പാടാൻ പോകുമായിരുന്നു. ആദ്യകാലങ്ങളിലേക്കുള്ള ഒരു സ്റ്റേജ് ഫ്രൈറ്റോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറാൻ വലിയ രീതിയിൽ സഹായിക്കുന്നത് ഇത്തരത്തിലുള്ള അവസരങ്ങളും വേദികളും ഒക്കെയാണ്. അങ്ങനെ അത്രയും എൻ്റെ ജീവിതത്തോട് ചേർന്ന് കിടക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ഊരൂട്ടുത്സവം വയലിൽ നടക്കുമ്പോൾ അത് ആഘോഷിക്കാനായിട്ട് ഞാനും ഹസ്ബൻഡും കൂടെ ഒരുമിച്ച് ഒരു സന്ധ്യയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങി. നിങ്ങൾ ദൃശ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ, സത്യത്തിൽ ഈ ഉത്സവ സ്ഥലത്തൊക്കെ പോയിട്ട് ഇങ്ങനെ ഓരോരോ കൗണ്ടറിൽ പോയി ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങിച്ച് കഴിച്ച് കാഴ്ചകളൊക്കെ കണ്ട് നടക്കുമ്പോൾ അതിന് ഒരു പ്രത്യേക സുഖമല്ലേ അല്ലേ? നിങ്ങളും ആസ്വദിക്കുന്നുണ്ടാവും അല്ലേ? കുറേ പേർക്ക് ഇഷ്ടമുള്ളവരുണ്ടാവും. ഞാനും അതുപോലെ തന്നെയാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഘോഷം കാണാൻ ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം തോന്നുന്നത്, നമ്മൾ ലഡ്ഡു കൂട്ടുക എന്നൊക്കെ പറയില്ലേ സാധാരണ ഭാഷയിൽ, അത് ഇത് തന്നെയാണ്. ഈ കൗണ്ടറുകൾ ഒന്നൊന്നായി ചെന്ന് കണ്ട് അതിൻ്റെ ചുറ്റുമൊക്കെ നടന്ന് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങി കഴിക്കുക. അപ്പോൾ ആദ്യം ഞങ്ങൾ കോൺ വാങ്ങുന്നൊരു സ്ഥലത്ത് പോയി കഴിച്ചു. അത് കഴിഞ്ഞത് ഇപ്പോൾ കാണുന്നത് പാലക്കാട് നിന്നുള്ള ഒരു പയ്യനാണ്. അവിടെ നല്ല ചൂട് ഓണിയൻ ബജ്ജി, ഉള്ളി കൊണ്ടുള്ള ബജ്ജി ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ആദ്യം ഒരു പ്ലേറ്റ് വാങ്ങി ഞങ്ങൾ കഴിച്ചു. 20 രൂപയേ ഉള്ളൂ കേട്ടോ. വളരെ രുചിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞത് തൊട്ടടുത്ത് പോപ്കോൺ വിൽക്കുകയാണ്. പോപ്കോൺ വാങ്ങി അതും ഞാൻ രുചിയോടുകൂടി ആസ്വദിച്ച് കഴിച്ചു. കാരണം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനങ്ങളിൽ ഒന്നാണ് കഴിക്കാൻ പോപ്കോൺ. ഞാൻ ഏത് സിനിമാ തിയേറ്ററിൽ പോയാലും ആദ്യം ഡിമാൻഡ് ചെയ്യുന്നത് പോപ്കോൺ വേണം എന്നുള്ളതാണ്. അങ്ങനെ പോപ്കോൺ വാങ്ങിച്ച് കഴിച്ചു. പക്ഷേ ആ പോപ്കോൺ വാങ്ങിച്ച് കഴിച്ചപ്പോൾ ഞാൻ തൊട്ടടുത്ത് നിന്ന് ഭക്ഷണം കഴിച്ചല്ലോ, ഓണിയൻ പക്കോടയൊക്കെ കഴിക്കുമ്പോൾ ഈ പയ്യൻ പോപ്കോൺ കൊടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളത് വാങ്ങി കഴിക്കുക എന്ന് പറയുന്നത് ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ കൂടി ഭാഗമാണ്. അങ്ങനെ ആ പോപ്കോണൊക്കെ കഴിച്ച് ആസ്വദിച്ച് ഉള്ളി പക്കോടയൊക്കെ കഴിച്ച് ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇത് ഫയർ വർക്ക്സ് ഇങ്ങനെ നടക്കുന്നു. അങ്ങനെ അതും കണ്ട് ആസ്വദിച്ചിങ്ങനെ കുറേ സമയം അവിടെ നമ്മളിങ്ങനെ സ്പെൻഡ് ചെയ്തു. ഏകദേശം ഒരു 2-2.5 മണിക്കൂറോളം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു വരുന്ന ആ റോഡിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.